ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ. എല്ലാവരും ഇന്ന് സൺഡേ ആയിട്ട് നല്ല എന്താ പറയുക പുറത്ത് പോകാനും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ. ഞാൻ ഇപ്പോൾ നോട്ട് ക്ലീഷേ ബഡ് ക്ലീഷയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. കുറേ ദിവസമായില്ല ഇങ്ങനെ വീഡിയോ ചെയ്ത് നിങ്ങളുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട്. അപ്പം ഞാൻ രണ്ട് മൂന്ന് വെറുതെ കുറച്ച് മിണ്ടിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഈ അടുത്ത് കുറച്ച് കമൻസിൽ ഇങ്ങനെ കണ്ടിരുന്നു. എൻ്റെ സ്കൂൾ മേറ്റ്സ് ആണെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ അത് ഏതൊക്കെ വീഡിയോയുടെ താഴെയാണ് ആരൊക്കെയാണ് അതൊന്നും പറഞ്ഞതൊന്നും എനിക്കിപ്പോൾ അറിയില്ല. ആ സമയത്ത് ഇങ്ങനെ സത്യം പറഞ്ഞ ഇത്രയും ദിവസങ്ങൾ നെട്ടോട്ടമായിരുന്നു കേട്ടോ. ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, മീറ്റിങ്സും പരിപാടികളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ ഉടനെ ദേ ഇവിടുത്തെ ഷൂട്ട് സ്റ്റാർട്ടായി. അപ്പോൾ അതിന് എനിക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ ടൈപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നല്ലോണം ടയേർഡായിട്ടാണ് ഓരോ ദിവസവും വന്ന് കയറുന്നതേ. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിപ്പോൾ എവിടേക്കാണ് ആ കമൻസ് വന്നതെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടണില്ല. അപ്പം ഞാൻ വിചാരിച്ചു കോമൺ ആയിട്ട് പറയാം. പിന്നെ ഇങ്ങനെ എല്ലാ സൺഡേസും നിങ്ങളെ വന്ന് കണ്ട് മിണ്ടിയിട്ടൊക്കെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ സ്കൂൾ മേറ്റ്സും ക്ലാസ്മേറ്റ്സാന്ന് തോന്നുന്നു. അതെ, അത് ഞാൻ തന്നെയാണ്. പേരിലാണ് അവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളതെന്ന് തോന്നുന്നു. അത് വേറെ ഒന്നുമല്ല. ഞാൻ എൻ്റെ അമ്മ എന്നെ ചെറുപ്പത്തിൽ ഇട്ടിരുന്ന പേരാണ് ഇത്. ഇപ്പോൾ ഈ ക്ഷമ എന്നുള്ള പേര്. പക്ഷെ അത് ഗസറ്റിലാക്കിയത് ഞാൻ 10th കഴിഞ്ഞപ്പോഴാണ്. 10th കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രോസസ്സൊക്കെ തുടങ്ങി ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത്. അപ്പം അതുവരെ ഞാൻ വേറൊരു പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ എന്താ പറയുക മടിയിലിരുത്തി, അമ്പലത്തിൽ കൊണ്ടുപോയി മടിയിലിരുത്തി വെറ്റിലൊക്കെ വെച്ച് പ്രോപ്പറായിട്ട് പേരിട്ട്, അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് പ്രസ്സിൽ പോയി പേര് പ്രസിദ്ധീകരിച്ച് ഗസറ്റിൽ വന്ന എൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ക്ഷമ എന്നാണ്. ക്ഷമ കൃഷ്ണ. അപ്പോൾ ഈ ഒരു പേരിന്റെ കൺഫ്യൂഷനിലാണ് തോന്നുന്നത് ആ ആൾ തന്നെയാണോ ഈ ആൾ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുന്നത്. ആ ആൾ തന്നെയാണ് ഞാൻ. എൻ്റെ സ്കൂളിൽ അല്ലെങ്കിൽ എൻ്റെ കോളേജിൽ ഈ പറഞ്ഞ പോലെ ഡാൻസും പാട്ടും നാടകവും ഒക്കെ ആയിട്ട് ഓടിച്ചാടി കളിച്ചോണ്ടിരുന്ന ആൾ തന്നെയാണ് ഞാൻ. അത് ആരൊക്കെയാണ് എന്നുള്ളത് എനിക്കൊരു വ്യക്തതയില്ല. അതുകൊണ്ട് അവർ കണ്ടാൽ മതിയായിരുന്നു ഈ വീഡിയോ. അപ്പോൾ പിന്നെ സമാധാനമായി. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വിശേഷം. പിന്നെന്താ, കഴിഞ്ഞ ആഴ്ച സൗമ്യയുടെ കല്യാണത്തിന് പോയി. ഗുരുവായൂർ, ആ പേര് പറഞ്ഞ് ഗുരുവായൂർക്ക് പോയി. ഗുരുവായൂർക്ക് പോകാനുള്ള എല്ലാ അവസരങ്ങളും ഞാൻ നഷ്ടപ്പെടുത്താറില്ല. ഞാൻ വേഗം ഓടിച്ചാടി ഗുരുവായൂർക്ക് പോകും. പിന്നെ എനിക്ക് എന്തോ ഇഷ്ടമാണ്, തൃശ്ശൂർക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ അമ്മയുടെ നാട്ടിലൊക്കെ ഒന്ന് പോയി ആ പുള്ളുപാടത്തൊക്കെ കറങ്ങി ഞാൻ വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. നല്ല ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ സൺഡേ, കഴിഞ്ഞ ആഴ്ച എന്ന് പറയണത്. പിന്നെന്താ പിന്നെന്താ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം ഇറങ്ങും. സമയം കഴിഞ്ഞു, അതിക്രമിച്ചു സത്യം പറഞ്ഞാൽ. പിന്നെ ദേ ജയറാമിനെ കണ്ടു. ജയറാമുമായിട്ട് ജയറാമ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്നെ വെറുപ്പിക്കാൻ. ഇന്നലെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫുൾ ചെരുപ്പിട്ട് എൻ്റെ ചെരുപ്പ് ഇങ്ങനെ തട്ടി ഇങ്ങനെ ഇട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും എനിക്ക് ദേഷ്യം വന്നു അവൻ്റെ അടുത്ത്. എന്നിട്ട് പിന്നെ വേറെ എന്തൊക്കെയോ പറയണ്ടായിരുന്നു. അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ബാഡ് കമന്റ്സ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ബാഡ് കമന്റ്സിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നെ സ്നേഹിക്കുന്നവർ അതിന് ഞാൻ പോലും അറിയാതെ അതിന് പോയി റിപ്ലൈ ഒക്കെ കൊടുക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. അതെനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ്. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസിലൊക്കെ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. നമ്മളെ ആരെങ്കിലും വഴക്ക് പറയുമ്പോൾ, ഇൻസൾട്ട് ചെയ്യുമ്പോൾ, ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിക്കുമ്പോൾ എനിക്ക് വേണ്ടി ആരും പറയാനോ ചോദിക്കാനോ സംസാരിക്കാനോ ഇല്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തിലൊക്കെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിന് പോയി റിപ്ലൈ, എന്നെ സ്നേഹിക്കുന്നവര്
എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത നിങ്ങൾ പോയി റിപ്ലൈ ഒക്കെ കൊടുക്കുമ്പോഴേ എനിക്കിത് ഭയങ്കര വലിയ കാര്യമാണ്. ലിറ്ററലി എനിക്ക് കരച്ചിലൊക്കെ വരും. ഓ, ആ ഒരു ഫീലാണ്. അപ്പം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ സത്യം പറഞ്ഞ. നിങ്ങളുടെ ഈ സ്നേഹം, ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ ഇത് തന്നെയാണ് എൻ്റെ എനർജി എന്ന് പറയുന്നത്. ഗുരുവായൂർ പോയപ്പോൾ കുറേ പേര് ഒരുപാട് സ്നേഹത്തോടെ അടുത്ത് വന്നു, സംസാരിച്ചു, ഫോട്ടോസ് എടുത്തു, അങ്ങനെ കുറേ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ സൺഡേ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിക്ക്. ഞാൻ ദേ ഷൂട്ടിന് പോവാണ്. അപ്പോൾ ബൈ.